ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ വാർത്താക്കുറിപ്പ്. പത്തനംതിട്ടയിലെ കരിക്കിനേത്ത് വസ്ത്രശാലയിലെ ജീവനക്കാരന്റെ കൊലപാതകത്തിൽ അന്വേഷണം അട്ടിമറിച്ച ഉദ്യോഗസ്ഥനാണ് മധു ബാബു എന്നാണ് ആരോപണം. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇരുവരും തമ്മിലുള്ള പോര് രൂക്ഷമാകാൻ കാരണം. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ, എന്താണ് ഇത്തരത്തിലൊരു തർക്കത്തിലെ കാര്യങ്ങൾ എത്തിച്ചത്? ഈ പ്രത്യേകിച്ചും എസ് പിയും ഡിവൈഎസ്പിയും തമ്മിലുള്ള പരസ്പരമുള്ള പോര്. ശശിനാരായണൻ അല്പ സമയത്തിനകം ചേരും. ഏതായാലും ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെയാണ് ഇപ്പോൾ പത്തനംതിട്ട എസ് പിയുടെ പരാതി എന്നാണ് മനസ്സിലാകുന്നത്. വാർത്താക്കുറിപ്പടക്കം ഉണ്ട്. പത്തനംതിട്ടയിലെ കരിക്കിനത്ത് വസ്ത്രശാലയിലെ ജീവനക്കാരന്റെ കൊലപാതകത്തിൽ അന്വേഷണം അട്ടിമറിച്ച ഉദ്യോഗസ്ഥനാണ് മധു ബാബു എന്നാണ് ആരോപണം. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇരുവരും തമ്മിലുള്ള പോര് രൂക്ഷമാകാൻ കാരണം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം സമീപിച്ചിരുന്നു മധു ബാബു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രസ് റിലീസ്, വാർത്താക്കുറിപ്പ് പത്തനംതിട്ട എസ് പി ഇറക്കിയത് എന്നുള്ളതും പ്രധാനമാണ്. ശശിനാരായണൻ അല്പസമയത്തിനകം ചേരും എന്ന് വേണം കരുതാൻ. ഏതായാലും വലിയ ഒരു പോര് പോലീസുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിലാണ് ഈ പോര് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. പോലീസിൻ്റെ നിയമാവലിയൊക്കെ ഉണ്ട്, അതൊക്കെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പോരാണോ ഇതെന്നുകൂടി കാത്തിരുന്ന് കാണേണ്ടി വരും. ശശിനാരായണൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ എസ് പിയും അതുപോലെ തന്നെ ഡി എസ് പിയും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അത് 2013 കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു വിഷയമുണ്ടാകുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇവർ തമ്മിലൊരു പോരിലേക്ക് എത്തിയത്. കാരണം ഈ പത്തനംതിട്ട കരിക്കിനേത്ത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ കേസ് അന്വേഷിച്ചത് ഇപ്പോൾ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഈ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്ന DSP മധുബാബുവാണ്. ഈ കേസ് അന്ന് 2013 പത്തനംതിട്ട CA എന്ന കാലത്ത് അന്വേഷിച്ചത്. അന്ന് ഈ കേസിൽ കുറെ വീഴ്ചകളൊക്കെ ഇദ്ദേഹം വരുത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ SP ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിച്ചുമായി ബന്ധപ്പെട്ടുള്ള പരാതിയായിട്ട് ഈ മധുബാബു ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ നിലവിലത്തെ സാഹചര്യത്തിൽ പരസ്പരം SP യും അതുപോലെ തന്നെ മധുബാബുവും തമ്മിൽ ഏറ്റുമുട്ടുന്ന രീതിയിലെ വാക്പോര് ഉണ്ടാകുന്ന തരത്തിലേക്ക് വന്നു. പിന്നീടാണ് ഒരു പത്രക്കുറിപ്പ്, അതായത് വാർത്താക്കുറിപ്പ് പുറത്ത് ഇറക്കിയത്. ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. എന്തായാലും ബന്ധുക്കൾ, ഈ കൊല്ലപ്പെട്ട ബിജു എന്ന് പറയുന്ന കരിക്കിനേത്ത് ജീവനക്കാരനായ ബിജുവിന്റെ ബന്ധുക്കൾ SP യുടെ ഒപ്പമാണ്. കാരണം SP ഇത്തരമൊരു ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് എടുത്ത നടപടിയോട് യോജിച്ചാണ് കുടുംബം നിൽക്കുന്നത്. പക്ഷെ മധുബാബു ഇക്കാര്യം പറയുന്നത്, ഇപ്പം നിലവിലത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടുള്ള പ്രസാദ് വി കുറുപ്പ്, അദ്ദേഹം റൌഡി ലിസ്റ്റ് ഉൾപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഇത്തരത്തിൽ നിയമിക്കാൻ പാടില്ല എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും മധുബാബു ഉന്നയിക്കുന്നത്. പക്ഷേ ഇത് പാടെ കുടുംബവും പത്തനംതിട്ട SP യും നിഷേധിക്കുകയാണ്. കാരണം അന്ന് ഈ കേസ് അന്വേഷിച്ചത് മധുബാബുവാണ്. മധുബാബു അന്ന് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം ഒരു ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നതാണ് കുടുംബം പ്രധാനമായി ഉന്നയിക്കുന്നത്. കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബം, ബന്ധുക്കളും ഇത് സംബന്ധിച്ചുള്ള ആരോപണമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ പരസ്പരം ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് കൂട്ടരും, അതായത് SP യും പത്തനംതിട്ട SP യും ഒപ്പം മധുബാബുവും തമ്മിലുള്ള വാക്പോരും പരസ്യ പ്രതികരണമൊക്കെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും മുഖ്യമന്ത്രിക്ക് DSP മധുബാബു, ആലപ്പുഴ DSP മധുബാബു ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രഞ്ജിത്ത്, ശരി. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു.